കണ്ടതില്ല സകല മണ്ഡലാതി അടിമയിൽ നോകം തകർന്ന ഉടയ തമ്പുരാനെ നല്ല അടിമയിൽ നോകം ഇടയനെ ഒരേയാൻ അടിയനെ കൺപാർക്കാൻ സുവേ കരുണ പതിയെ നട്ടം തിരിയും തന്നെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഏവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. വിശേഷിച്ച് ഈ വാക്യങ്ങൾ ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന ഭവനങ്ങളിൽ സ്ഥലത്ത് കൂടെ ആവർത്തിക്കുന്ന ഒരു വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അതെന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? ഇനി കലങ്ങരുതെന്ന് നമുക്ക് ഉറപ്പ് തരാനുള്ള കാരണം 2 കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇതെല്ലാം അറിവുള്ള വിഷയമാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ പുളിവേലി പാസ്റ്റർ പറഞ്ഞ പോലെ ആത്മീക പാരമ്പര്യമുള്ളവരാ തണ്ണിത്തോട്ടുകാർ. അപ്പോൾ ഇനി നിങ്ങളെ പഠിപ്പിക്കാനൊന്നും ഇല്ല. പിന്നെ നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. പിന്നെ ഇന്ന് രാത്രി വന്നത് ഇതെല്ലാം ഒക്കുന്നുണ്ടോ എന്ന് നോക്കി വന്നതാണ്. അന്വേഷണം എങ്ങനെയുണ്ട്, ആരൊക്കെ വന്നിട്ടുണ്ട്, ലൈറ്റ് ഒക്കുന്നുണ്ടോ, വരുന്ന പുള്ളി എങ്ങനെയുണ്ട്, ആരൊക്കെ വന്നു, എന്തോ ഇവിടെ നടക്കുന്നത്, അതിന് വന്നിരിക്കുക. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. ദൈവത്തിൻ്റെ മഹത്വം. ഞാനും ഈ തണ്ണിത്തോട്ടിലെ പല സന്ദർഭങ്ങളിൽ പല സഭകളിലും ഭവനങ്ങളിലുമൊക്കെ വന്ന് തിരുവചനം പറയുവാൻ സാവകാശം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയങ്ങൾ ശാന്തമായിട്ട് നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് നമുക്ക് തിരുവചനം ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. ദൈവത്തിന് മഹത്വം. എനിക്കിത് വേണ്ട. ഇങ്ങോട്ട് മാറുമ്പം മയക്കിനൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഇങ്ങോട്ട് അങ്ങനെ ഒന്ന് വെച്ചാൽ അവിടോട്ട് മാറ്റി വെച്ചു. നാളെ എങ്ങനെ അങ്ങോട്ട് വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. മോനെ ഈ പരുവത്തിന് ഇങ്ങനെ നിൽക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഭേദഗതി വരുത്തണേ ഞാൻ പറയാം. സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകങ്ങളിലെ ആദ്യത്തെ പുസ്തകങ്ങളിലെ 4-ാമത്തെ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ പുസ്തകത്തെ പറ്റി അറിവില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം. അറിയാത്തവരുടെ അറിവിന് 1-2 കാര്യങ്ങൾ എല്ലായിടത്തും പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിന്റെ പേര് സത്യവേദ പുസ്തകമെന്ന്. സത്യവേദ പുസ്തകം. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല, ഒറ്റയൊരുത്തൻ ഉണ്ടാക്കാൻ ഒക്കത്തുമില്ല. അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ഈ പുസ്തകം സത്യവേദ പുസ്തകം. നമുക്കറിയാം, സ്കൂളിൽ പഠിച്ചതാ, നിങ്ങൾക്കും അറിയാം, 4 വേദവും 6 ശാസ്ത്രവും 18 പുരാണങ്ങളെന്ന്.
രാമപുരത്ത് വാര്യര് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ ഒരു വരി രേഖപ്പെടുത്തി. അവര് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തിന് പോകുമ്പം രാജാവ് കൊണ്ട് അവൻ വാര്യരും വള്ളത്തേലുണ്ട്. അപ്പം തിരുവനന്തപുരം വരെ പോകണം, വെറുതെ ഇരിക്കേണ്ട, ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. വഞ്ചിക്കകത്തിരുന്ന് എഴുതിയതായതുകൊണ്ട് അത് വഞ്ചിപ്പാട്ട്, നഥോന്നത വൃത്തത്തില. അപ്പൊ അതിനകത്ത് ഒരു വരിയുണ്ട്: കൽപ്പോടെല്ലാ ജനങ്ങൾക്കും കേടുതീരത്തക്കവണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ജഞ്ചമ്മേ. എന്നിട്ട് വേറെ വരികളുണ്ട്, എല്ലാം ഞാൻ പാടുന്നില്ല. പാടിയ പെന്തിക്കോസുകാർ പറയും അയാളിപ്പം കുചേലവൃത്തം പാടി നടക്കുക എന്ന് പറയും. അല്ലേലും നിങ്ങൾ എന്തേലും പറയും. അപ്പൊ അതിനകത്ത് ഒരു വരിയുണ്ട്: മൂർത്തി 330 ദേവൻ മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മഹാത്മ്യം ഓർത്തിട്ടുമന സുരുകിടുന്നു. വേറെ വരിക: 4 വേദം 6 ശാസ്ത്രം 18 പുരാണങ്ങൾ. അപ്പോൾ 4 വേദം അത് നമ്മൾ പഠിച്ചത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ ഈ വേദത്തിന്റെ പേര് സത്യവേദം. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. ഇതിന്റെ പേര് സത്യവേദം. ഒരു സന്തോഷവും ഇല്ല. അല്ല, ഇപ്പൊ ഇത് എടുത്തോണ്ട് നടക്കുന്നത് തന്നെ ചിലർക്ക് നാണക്കേടായിട്ട് വന്നിരിക്കുക. നമ്മുടെ ഇടയിൽ തന്നെ ഉപദേശിമാരും ചിലരുണ്ട് ഔട്ട് ഓഫ് ഫാഷനായെന്നാ പറയുന്നത്. ടാബും മൊബൈലും അതൊക്കെ നല്ലതാ, അതിനോടുള്ള ബന്ധപ്പെട്ട് പലതുണ്ട്. യോഗത്തിന് പോലും വന്നാൽ അതുകൊണ്ട് വേദപുസ്തകം കൊണ്ടുവരുന്നില്ല. എൻ്റെ ഭാഷയെ പറയാൻ നിങ്ങൾ ഇഷ്ടമുണ്ടെ ചോദിച്ചാൽ മതി. ഈ ടാബും മൊബൈലും കമ്പ്യൂട്ടറും ഈ കുണ്ടാമണ്ടിയെല്ലാം ഒത്തത് ഈ പുസ്തകം വന്നതുകൊണ്ടാണ്. അതെ, ഇപ്പൊ ഇത് ചിലർക്ക് ഇഷ്ടമല്ല. എന്നാൽ ഈ പുസ്തകം എടുക്കേണ്ടത് പോലെ എടുത്തവനൊന്നും ഒരു ദോഷവും വന്നിട്ടില്ല. ചില ഉപദേശിമാര് പറയാറുണ്ട്, ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ തിരുത്തി അത് പറയും. കാരണം നമ്മൾ പറയുന്നുണ്ട് ഈ പുസ്തകം എടുത്തവർക്ക് ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടുണ്ട്. എടുക്കേണ്ടത് പോലെ എടുത്തവന് കുഴപ്പം വന്നിട്ടില്ല. അതെ, അവിടെ തിരുവല്ലായിലെ നമ്മുടെ KP യോഹന്നാൻ പണ്ട് ആത്മീയാത്ര, പിന്നെ അതല്ലോ ബിലീവേഴ്സും ഒക്കെ ആയത്. ആത്മീയാത്രയ്ക്ക് നമ്മുടെ ടൗണിൽ നിന്ന് രാമച്ചിറയ്ക്ക് പോകുമ്പോൾ വലത്തുവശത്താ ഗോഡൗണ്. പണ്ട് അവിടെ ആയിരക്കണക്കിന് ബൈബിള് ചുമന്ന് ലോറിലോട്ട് കയറ്റി ഒരുത്തിന് പണ്ട് ഞാൻ കണ്ടു, കുടിച്ച് പെടുത്ത് ബോധോ ഇല്ല വെളിവില്ല. അവൻ്റെ കുടുംബം ചുമന്നിട്ട് വല്ല ഗുണവും വന്നോ? അവനും പുസ്തകം എടുത്തത്, അവനും വേണേ പറയാം ഞാൻ ലോഡ് കണക്കിന് എടുത്തതാന്ന്. ഈ പുസ്തകം എടുക്കുന്നവർക്കെല്ലാം കുഴപ്പം വരികയെന്നല്ല, എടുക്കേണ്ടതുപോലെ എടുത്തവൻ. ഇതെടുക്കേണ്ടതുപോലെ എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. ഇത് ചുമക്കേണ്ടതുപോലെ ചുമന്നവനല്ല അവൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതാ ഈ പുസ്തകത്തിന്റെ ശ്രേഷ്ഠത. അതെ, ഇങ്ങനെ പറഞ്ഞാൽ 2 മണിക്കൂറുമല്ല, ഒരു 4 മണിക്കൂർ പറയാനുണ്ട്. അതുകൊണ്ട് എല്ലാം ലോപിക്കുക. ഈ പുസ്തകം 66 പുസ്തകങ്ങളാണ്. 66 പുസ്തകം. ചില ആൾക്കാരുടെ കയ്യിൽ 66 കൂടുതലുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക അതാരാന്ന്? അത് ഞാൻ പറയത്തില്ല, അവരെ കാണുമ്പോൾ അറിയാം. ഈയിടെയൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ, പോക്കും നടപ്പും വസ്ത്രവും രീതിയും പ്രാർത്ഥനയും ഒക്കെ കാണുമ്പോൾ അറിയാതെ പുസ്തകം കൂടുതലുള്ള ആൾക്കാരാണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഇത് 66 പുസ്തകം. ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ 66 പുസ്തകം. ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ സത്യവേദ പുസ്തകം. പക്ഷെ ഈ പുസ്തകത്തിന്റെ വിശേഷത, നമ്മള് ഉൽപ്പത്തി മുതലൊന്ന് വായിച്ചു വന്നാൽ ഒരാൾ എഴുതിയത് പോലെ തോന്നും.
ഒരാൾ എഴുതിയത് പോലെ തോന്നും, പക്ഷെ ഒരാളല്ല എഴുതിയത്. ഒരാളെ കൊണ്ടല്ല എഴുതിപ്പിച്ചത്, 40 എഴുത്തുകാരെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. രാമായണമൊക്കെ കാണ്ഡങ്ങളാകിട്ട, അയോധ്യകാന്ഡം, ബാലകാന്ഡം, സുന്ദരകാന്ഡം, കിഷ്കിന്ധകാന്ഡം, ഇങ്ങനെ കാണ്ഡങ്ങളാകിട്ട. മഹാഭാരതം പർവ്വങ്ങളാകിട്ട, ദ്രോണപർവം, ഭീഷ്മപർവം, കർണപർവം. ഭഗവത്ഗീത യോഗങ്ങളാകിട്ട, അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, ഗുണയോഗം. ഇത് പുസ്തകമാകിട്ട. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യ പുസ്തകം, 66 പുസ്തകം. 40 എഴുത്തുകാർ 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയ വിശേഷപ്പെട്ട പുസ്തകമാണ്. എഴുത്തുകാർ പലരും തമ്മിൽ കണ്ടിട്ടില്ല, പല നൂറ്റാണ്ട് ജീവിച്ചവരാ. പലരും പല പ്രകൃതക്കാരാ. മീൻപിടുത്തക്കാരെ കൊണ്ടെഴുതിപ്പിച്ചു, ഡോക്ടർമാരെ കൊണ്ടെഴുതിപ്പിച്ചു, രാജാക്കന്മാരെ കൊണ്ടെഴുതിപ്പിച്ചു, പാട്ടുകാരെ കൊണ്ടെഴുതിപ്പിച്ചു, പണമില്ലാത്തവനെ കൊണ്ടെഴുതിപ്പിച്ചു, കഴിവില്ലാത്തവനെ കൊണ്ടെഴുതിപ്പിച്ചു, ഉന്നതന്മാരെ കൊണ്ടെഴുതിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിൽ പെട്ടവരെയും കൊണ്ട് ദൈവം എടുത്തു, അവരെ കൊണ്ടായി പുസ്തകം എഴുതിപ്പിച്ചത്. പക്ഷെ എഴുതി വന്നപ്പോൾ ഇത് ഒത്തെന്നുള്ളതാ. ഒരാള് എഴുതിയത് പോലെ തോന്നും. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരിലും വ്യാപരിച്ചത് ഒരാത്മാവാ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് ഈ പുസ്തകം എഴുതി വന്നപ്പോൾ ഒത്തെന്നുള്ളതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയും, ഈ പുസ്തകം തിരുത്തേണ്ടി വന്നിട്ടില്ല. ഗതികേടുള്ള പുസ്തകം അല്ലിത്. അതിനാ 1600 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഒടുവിലും പറഞ്ഞേക്കുന്നത്. തിരുത്തേണ്ടി വന്നിട്ടില്ല, തൂക്കറബർ മേടിക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ പല പുസ്തകം എഴുതിയാലും അതിനെല്ലാം ഇഷ്ടം പോലെ തൂക്കറബർ മേടിക്കണം. കാരണം എഴുതിയതൊക്കെ പലതും തുടയ്ക്കണം. കാരണം തുടച്ചു വെച്ച് പറയും, വേറെ എഴുതാൻ പറയും. ഇതിനങ്ങനെ ഗതികേട് വന്നിട്ടില്ല. എഴുതിയത് ഒത്തു. അതിന് ധാരാളം തെളിവുണ്ട്. ഒരു തെളിവ് എല്ലായിടത്തും പറയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 വായിച്ചോ ദൈവദാസനെ. എല്ലാവർക്കും മനഃപ്പാഠമായി, എങ്കിലും ഇത് ഉള്ളതാണെന്ന് അറിയാൻ വായിക്കുന്നതാ കുറച്ചുകൂടെ ഉചിതം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവെടുത്ത്. ആദിയിൽ ദൈവം. മതി. ആദിയിൽ ദൈവം. ഏതാ ദൈവം? ദൈവങ്ങൾ എന്ന പദമല്ല, ദൈവം. ആദിയിൽ ഏകദൈവം, നിത്യദൈവം, സത്യദൈവം. ഇത് പല ക്രിസ്ത്യാനികൾക്കും ഈ ബോധം വന്നിട്ടില്ല. എന്നാൽ നല്ല അറിവുള്ള ഒരാളുണ്ടായിരുന്നു, ശ്രീനാരായണ ഗുരു. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു, ജ്ഞാനിയായിരുന്നു. അങ്ങേർക്ക്, എൻ്റെ ഭാഷയാ, അങ്ങേർക്ക് വിവരം ഉണ്ടായിരുന്നു. ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത്രയും ബോധം മറ്റുള്ളവർക്ക് ഇല്ലാതായി പോയല്ലോ. ഇനി പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ? നാണം വന്നപ്പോൾ നേരം വെളുത്തെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ നല്ല മനുഷ്യൻ പറഞ്ഞു, ഒരു ദൈവം. ആ ദൈവത്തെ പറ്റിയാ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. 1600 കൊല്ലം കഴിഞ്ഞും വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ ആ ദൈവത്തെ പറ്റി തന്നെ പറഞ്ഞത് ഏകദൈവം എന്ന് പറഞ്ഞ. ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ പുരുഷന്മാര് സ്ത്രീകൾ ആരും കയറി വന്നില്ല. ഇപ്പോഴാണ് ഒത്തിരി ദൈവം കളിക്കുന്ന ആൾക്കാരുണ്ട്. ആണുങ്ങളെക്കാളും കൂടുതൽ കാഴ്ച പെണ്ണുങ്ങൾക്കാ ദൈവം കളിച്ചാൽ. അവർക്ക് അതിൻ്റെ മട്ടം അറിയാം. കോട്ടയം തൊണ്ടായിരുന്നു ശാന്തമ്മ ദൈവം. തിരുവാതിക്കലപ്പുറം ഉണ്ടായിരുന്നു ദൈവം തങ്ക എന്നാ പേര്. വേറൊരു ദൈവത്തിൻ്റെ പേരായിരുന്നു ബാബു. തെളിച്ച് പറയണ്ട, ബാബു. ഈ പേരിടുമ്പോഴെങ്കിലും ഒരു ചൊവ്വുള്ള പേര് വേണ്ടേ? ദൈവം കളിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ദൈവത്തിൻ്റെ പേരാ ബാബു. ഒരു സുഖമില്ല കേട്ടിട്ട്. ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു സുഖം വേണ്ടേ? എൻ്റെ ബാബു, അങ്ങനെ ഒരു സുഖമില്ല. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുന്നത് സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. ആരാ? ബാബുവും തങ്കയും ശ്യാമളയും ചാന്തയൊന്നും. 4:8 വായിച്ചോ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. കാരണം ഇത് ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ അന്ന് നിങ്ങൾ ആ വാക്യം
എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കക്ഷികൾ ആരും സ്വഭാവം വെച്ച് നോക്കിയാൽ ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതയുണ്ട്. ഒന്ന്, അവിടുന്ന് നിത്യനാ. രണ്ട്, അവിടുന്ന് സർവശക്തനാ. മൂന്ന്, അവിടുന്ന് സർവജ്ഞാനിയാ. നാല്, സർവവ്യാപിയാ. അഞ്ച്, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ. ആറ്, സർവത്തെ സൃഷ്ടിച്ചവനാ. ഏഴ്, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. ഗതിഭേദങ്ങളുടെ ആച്ഛാദനമൊന്നും ദൈവത്തിനില്ല. ഈ പറഞ്ഞ കക്ഷികളാരും ദൈവമല്ല. ദൈവത്തിന് എന്നാള് അറിഞ്ഞതല്ലേ, എന്തിയെ ദൈവം കോവിഡാന്ന്. ഒരിടയ്ക്ക് പേപ്പർ വന്നത് ആ ദൈവത്തെ വെന്റിലേറ്ററിൽ കയറ്റിയെന്ന്. അതെന്നാ ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ലെന്ന്. അതാ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ദൈവം വലിയോ ശ്വാസം തരുന്നേ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികളൊടിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. എൻ ജീവനായകനേ മനുവേലേ ലേലൻ ജീവനായകനേ മനുവേലേ ലേലൻ ജീവനായകനേ. അപ്പൊ ശ്രദ്ധിക്കുക, സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, ഏകദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം, സാക്ഷാൽ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ പറ്റിയ ഉൽപ്പത്തി 1 പറഞ്ഞിരിക്കുന്നത് ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞും അത് തന്നെ സ്ഥാപിച്ചേക്കുന്നത്, തിരുത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം 66 പുസ്തകം 2 ഭാഗങ്ങളായിട്ടാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാം. 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം 39 പുസ്തകം, പുതിയ നിയമം 27 പുസ്തകം. പഴയ നിയമ പുസ്തകം 39 പുസ്തകം 32 എഴുത്തുകാര് എഴുതിയതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാ എഴുതിയത്. ആ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരാകുന്ന 4 പേര്, 1 മത്തായി, 2 പത്രോസ്, 3 യോഹന്നാൻ, 4 പൗലോസ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. യാക്കോബും യൂദയും മർക്കോസും ലൂക്കോസും ഇവർ അപ്പോസ്തലന്മാരല്ല. എന്നാൽ അതിൽ 2 പേര് അപ്പോസ്തലന്മാരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, ലൂക്കോസും മർക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശുശ്രൂഷയ്ക്ക് സഹായികളായിരുന്നു. ഇങ്ങനെയുള്ള 8 പേരാണ് പുതിയ നിയമ പുസ്തകം എഴുതിയത്. എല്ലാ ഭാഗവും എടുക്കാൻ നേരമില്ല. അപ്പോൾ അങ്ങനെയുള്ള പുതിയ നിയമത്തിലെ 27 പുസ്തകം, ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തെ തരംതിരിച്ച് പഠിച്ചാൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, പിന്നീട് 21 പുസ്തകം മുഴുവൻ ഉപദേശങ്ങളാ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, ഒടുവിൽ വെളിപ്പാട് പുസ്തകം. അപ്പോൾ 5, 21, 1 അങ്ങനെ പുതിയ നിയമത്തിലെ 27 പുസ്തകം നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം 5 എണ്ണത്തിന് 2ആയിട്ട് പഠിക്കണം. ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാ. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ആദ്യത്തെ 4 പുസ്തകം മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും എഴുതിയ 4 പുസ്തകം ഈ ഒറ്റ വ്യക്തിയുടെ ചരിത്രമാ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. നല്ല ചരിത്രമാ, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം. നമ്മുടെയൊക്കെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാ. ഞാൻ എൻ്റെ കാര്യം പറയുക, നമ്മുടെ ഒന്നും ചരിത്രം അധികം വിളമ്പാതിരിക്കുന്നതാ.
ഒരാൾ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞപ്പോൾ സഭയിലെ ഞങ്ങളുടെ ഒരു കൊച്ചു പറഞ്ഞു കൂടുതൽ വെള്ളം പോകുമെന്നും വേണ്ട, ഞങ്ങൾക്ക് അറിയാമെന്ന്. ഒന്നാമത്തെ സമയമില്ലാത്ത നേരത്തായി നിന്ന് വിളമ്പുന്നേ. അതുകൊണ്ട് തള്ള ഇച്ചിരി മൂച്ചുള്ള തള്ളയായിരുന്നു. അവര് കൂടുതൽ വിളം വേണ്ട, നീ ഇപ്പം അമേരിക്കയിൽ പോയി 10 പുത്തം കിട്ടിയതിൻ്റെ ആണോ എന്ന്, വിളമ്പുമൊന്നും വേണ്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ സഭയിലും വന്ന് വിളമ്പുന്നവരുണ്ട്. എന്നിട്ട് പഴയ ആൾക്കാർ പറയാ ഇവനെ ഇവിടെ കട്ടൻ കപ്പ തിന്ന് 10 രൂപ കിട്ടിയതിൻ്റെ ജോൺസൺ മാസ്റ്ററുടെ അമ്മയാണോ, ജോൺസന്റെ അമ്മയാണോ? തേക്ക് തോട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊച്ചമ്മ അങ്ങോട്ട് നോക്കിയപ്പോൾ എനിക്ക് പിടി കിട്ടി.